എറണാകുളം ഇടപ്പള്ളി പോണേക്കരയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. ഇന്നലെ വൈകുന്നേരം ട്യൂഷന് പോയ കുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കാറിലെത്തിയ സംഘമാണ് വന്നതെന്ന് കുട്ടികൾ. എറണാകുളം ഇടപ്പള്ളിക്ക് സമീപം പോണേക്കരയിലാണ് ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ ട്യൂഷൻ ക്ലാസ്സിന് പോവുകയായിരുന്ന 5ഉം 6ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. നമ്മൾ നിൽക്കുന്ന അവരുടെ വീടാണ്. ഈ വീടിനോട് ചേർന്നുള്ള ഏതാണ്ട് 100-200 മീറ്റർ അപ്പുറത്തുള്ള ഒരു വീട്ടിലാണ് ഈ കുട്ടികൾ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നത്. 5 മണിക്ക് 2 പേരും വീട്ടിൽ നിന്നിറങ്ങി അവരുടെ മുത്തശ്ശി ഗേറ്റിനടുത്തുണ്ടായിരുന്നു. ആ കുട്ടികൾ ട്യൂഷന് പോകുന്ന വഴിക്ക് തിരിയുന്ന സമയത്ത് മുത്തശ്ശിയായ ജോളി വീടിനകത്തേക്ക് കയറി. ആ സമയം അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ ഉണ്ടായിരുന്ന ആളുകൾ കുട്ടികളോട് മിഠായി വേണമെന്ന് ചോദിക്കുകയും ഇവർ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ബലമായി കാറിനകത്തേക്ക് പിടിച്ചു വലിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. കുട്ടികൾ നിലവിളിച്ചപ്പോഴാണ് മുത്തശ്ശിയും അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടിയും കുരച്ചോടിയെത്തുകയും ഇവർ ആ ശ്രമം ഉപേക്ഷിച്ച് പോവുകയും ചെയ്ത്. സംഭവത്തിൽ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുത്തശ്ശിയായ ജോളിയോട് ചോദിക്കാം എന്താ സംഭവിച്ചെന്നുള്ളത്. ഇത് വൈകുന്നേരമാണ്, തൊട്ടടുത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത്. അതെ, ഞാനിവിടെ പിള്ളേർ അങ്ങോട്ട് നടന്ന് അപ്പം തന്നെ ഇവരെ ടീച്ചർ വിളിച്ച് ഒന്ന് വേഗം വാ, കൊച്ചുങ്ങൾക്ക് എന്തോ ഒരു ഇതെന്ന്. അപ്പം ഞാൻ വേഗം ഓടിച്ചെന്നപ്പോഴത്തേക്കും കൊച്ചുങ്ങൾ വിറച്ചിരിക്കണേന്. ഇവളെ കൈ പിടിച്ച് വലിച്ചിട്ട് കൊച്ചിന് കൈ വേദന. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതുങ്ങൾ ഞങ്ങളെ വലിച്ചു കയറ്റാൻ നോക്കി. ഇവള് മിഠായി കളയണ സമയത്ത് ഇവളെ വലിച്ചു കയറ്റാൻ നോക്കി. ഇവള് മേടിച്ചില്ല മിഠായി, ആരോടും മിഠായി മേടിക്കരുതെന്നാണ് പറഞ്ഞേക്കണത്. അപ്പം അതുകൊണ്ട് മിഠായി ഇവള് മേടിച്ചില്ല. ഇവള് വേറെ പിള്ളേർക്ക് കൊടുക്കാൻ, ടീച്ചറിന് കൊടുക്കാന്ന് പറഞ്ഞാൽ മേടിച്ചത്. മിഠായിയാണ് കുട്ടികൾക്ക് നീട്ടിയത്. അപ്പം തന്നെ വേറെ മിഠായി വലുത് മേടിക്കാം, അവിടെ ഇവള് വലിച്ചെറിഞ്ഞല്ല. അപ്പോൾ അവിടെ കയറി വലുത് മേടിച്ചിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞെന്ന്. പക്ഷേ ഈ വലിക്കണ സമയത്താണ് ആ പട്ടി, ഇവൾ കരഞ്ഞല്ല, അപ്പോഴത്തേക്ക് അപ്പോൾ ഉറങ്ങണമായിരുന്നു. ആ പട്ടി ഉറങ്ങി വന്നിടക്ക് പട്ടി വന്നോണ്ട് ഇവർ കൊച്ചിൻ്റെ കൈ ഇവള് വലിച്ച് ഇങ്ങനെ പോകുന്നു. കൊച്ചു ഓടി, രണ്ടുപേരും കൂടി ഓടി അവരുടെ അടുത്ത് ചെന്നപ്പം അവിടെ ക്ലാസ് നടക്കണമായിരുന്നു. അപ്പോഴാണ് ആ ടീച്ചർ നോക്കിയ കൊച്ചുങ്ങൾ. അപ്പം പട്ടി ഓടിച്ചിട്ടെന്നാണ് വിചാരിച്ച് ഇവർ ഓടി വന്നാണ്ടപ്പം. അപ്പോഴാ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ അവിടെ നിന്നപ്പോൾ അവിടെ ഒരു മനുഷ്യരും ഇല്ല, കാറും ഇല്ല. ഇവർ ഓടിയപ്പം പട്ടിയും വന്നപ്പോൾ അവർ കാറാ പോയിട്ട്. അപ്പോൾ ഈ പോലീസുകാരോട് ഈ പിള്ളേർ ആ കാറിൻ്റെ അടയാളമൊക്കെ പറഞ്ഞപ്പോഴാണ് അവർ അങ്ങ് അറ്റത്തൊരു ക്യാമറ ഇതുണ്ട്, ഇവിടെ എങ്ങും ഇല്ല. അതാ കൂടുതൽ പറയും. അവർക്കറിയാം ക്യാമറ ഇല്ലാത്ത സ്ഥലമാണെന്ന്. അത്രയും വലിയ ലോഡ്ജാണ്, എന്നിട്ട് അവിടെയും ഇല്ല ക്യാമറ. വീടൊക്കെ ഉള്ള സ്ഥലത്താണ് നടക്കുന്നത്. എന്താ സംഭവിച്ചത്? മോളുടെ കയ്യിലാണോ കയറി പിടിച്ചത്? മിഠായി ആണോ മോക്ക് തന്നത്? മിഠായി തന്നപ്പോ ഞാൻ മേടിച്ച്. അപ്പം മുത്ത് എന്തായിരുന്നു മേടിച്ചിട്ട് കളയാൻ പോയപ്പോ എന്നെ കൈ പിടിച്ച് വലിച്ച് കാറിലേക്ക് കയറ്റി. കാറിലേക്ക് കയറ്റാൻ ശ്രമിച്ചു അല്ലേ? പേടിച്ചു പോയപ്പോ എന്താ അവര് പറഞ്ഞത്? പള്ളിയുടെ അവിടെ ചെന്നിട്ട് ആ കടയിൽ നിന്ന് സിപ്പപ്പ് മേടിച്ചതാന്ന് പറഞ്ഞു. കാറിൽ കയറിയാല് അപ്പത്തേക്ക് നിങ്ങൾക്ക് പേടിയായി? അപ്പൊ ഞാൻ കരഞ്ഞപ്പോ അവിടുത്തെ ആ പട്ടി ഇങ്ങോട്ട് വന്ന്. അപ്പൊ പട്ടി കുരച്ചപ്പോ അവര് ഡോറടച്ച് പോയി. ഇത് മോള് മുമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു കാർ? അവിടെ ട്യൂഷന് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അവിടെ ഒരു ആന്റിയും കൊച്ചും നിൽക്കുമായിരുന്നു, ആന്റിയുടെ. അപ്പൊ അവർ എന്നെ പിടിച്ചിട്ടില്ല. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയ കാരണം ആ കാർ സ്റ്റാർട്ടാക്കി ഞങ്ങളുടെ അടുത്തൊക്കെ. അപ്പൊ മുമ്പ് ഈ കാർ ഈ ഭാഗത്ത് കണ്ടിട്ടുണ്ട്. ഏത് കളർ കാറായിരുന്നു? വൈറ്റ്. അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നത് മോക്ക് ഓർമ്മയുണ്ടോ? 2 ആണും 1 പെണ്ണും. ആണോ? അവര് 3 പേരും ഉണ്ടായിരുന്നത്. ആരാ മോക്ക് മിഠായി ഒക്കെ തന്നത്? ആ പെണ്ണ് ആണ്. വലിയ ചേച്ചിയായിരുന്നോ? ഒരു ശ്രമം മുമ്പ് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇല്ല, എവിടെയെങ്കിലും ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല കൊച്ചുങ്ങളെ വിടാൻ പേടിയില്ല. എന്തായാലും എളമക്കര പോലീസ് ഇപ്പം സ്ഥലത്ത് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്നലെ അവർ ഈ വീട്ടിലെത്തുകയും കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. സമീപത്തുള്ള മറ്റു വീടുകളുടെ നിന്ന് CCTV ക്യാമറയിൽ നിന്ന് ചില ദൃശ്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കുട്ടികൾ പറഞ്ഞുകൊടുത്ത സൂചന അനുസരിച്ച് കാറിന്റെ വിഷ്വൽസ് അവർ ആ സമയത്ത് വന്ന കാറിന്റെ വിഷ്വൽസ് ശേഖരിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങൾ കുട്ടികളെ കാണിക്കുകയും ആ വാഹനമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർ പരിശോധനകളും മൊഴിയെടുക്കൽ അടക്കമുള്ളവ എളമക്കര പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും കുട്ടികൾ വലിയ പരിഭ്രാന്തിയിലാണ്. കാരണം വീടിന്റെ തൊട്ടടുത്ത് വെച്ചാണ് ഇങ്ങനെ കാറിലേക്ക് ബലമായി കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. ഒരു സ്ത്രീയും 2 പുരുഷനും ആ കാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുട്ടികൾ കണ്ടത്. അവർ അത് കൃത്യമായി തന്നെ പോലീസിനോടും രക്ഷിതാക്കളോടും പറഞ്ഞിട്ടുണ്ട്.